നിറമലയാളിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രവചനവുമായി ബന്ധപ്പെട്ടുള്ള ഈ വീഡിയോയിൽ ഞങ്ങൾ വിശകലനം ചെയ്യുന്നത് കോട്ടയം, കൊല്ലം ജില്ലകളാണ്. കോട്ടയം ജില്ലയിൽ 9 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. ഇതിൽ ഒന്നാമത്തത് പാല. 2016 വരെ KM മാണിയുടെ മണ്ഡലമായി അറിയപ്പെടുന്ന പാല 2016 ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ഇടതുപക്ഷത്തേക്ക് മാറിയത്. മാണി സി കാപ്പൻ ആ മണ്ഡലം പിടിച്ചെടുക്കുകയും 2021 UDFന്റെ ഭാഗമായി നിന്നുകൊണ്ട് ആ മണ്ഡലം നിലനിർത്തുകയും ചെയ്തു. ഇത്തവണ ജോസ് കെ മാണിയാണ് ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണയും അദ്ദേഹമാണ് മത്സരിച്ചത്. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന്റെ വിജയ സാധ്യത വളരെ കൂടുതലായിട്ടാണ് നമുക്ക് അവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായിരുന്നാലും ഭരണപക്ഷ നിലപാടുകൾ അദ്ദേഹത്തിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. നിലവിലൊരു MP എന്ന നിലയിൽ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് ഗുണകരമായി മാറിയിട്ടുണ്ട്. മാത്രമല്ല, പാലാമണ്ഡലം കോൺഗ്രസിനെ ഏറ്റെടുക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടുള്ള തർക്കങ്ങൾ UDFൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തവണ 44% വോട്ടുകൾ LDFനും 42-43% വോട്ടുകൾ UDFനും കിട്ടാനാണ് സാധ്യത. അതുകൊണ്ട് ആര് ജയിക്കും എന്ന് പറയുന്നതിന് പകരമായിട്ട് നമ്മളൊരു പ്രവചനാതീതം എന്ന് പറയുന്ന ഗണത്തിൽ ഈ മണ്ഡലം ഉൾപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. അടുത്ത മണ്ഡലം കടുത്തുരുത്തിയാണ്. കഴിഞ്ഞ തവണ 4000-ഓളം വോട്ടിനാണ് അവിടെ UDF ജയിച്ചത്. പക്ഷേ ആ മണ്ഡലം ഇത്തവണ അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. ഇതും നമുക്ക് പ്രവചനാതീതമായ മത്സരങ്ങളുടെ കൂട്ടത്തിൽ പെടുത്താവുന്ന മണ്ഡലമായിട്ടാണ് നമുക്ക് കടുത്തുരുത്തി കടന്നു വരുന്നത്. സ്വാഭാവികമായിട്ട് UDFനൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. പക്ഷെ ഇത്തവണ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനവും കുറച്ചുകൂടെ കരുത്താർജിച്ചിട്ടുള്ളതാണ്. ആ മണ്ഡലത്തിൽ പ്രവചനാതീതമായ മത്സരമാണ് ഇത്തവണ നടക്കുന്നത്. അടുത്ത മണ്ഡലം വൈക്കമാണ്. നിലവിൽ LDFന്റെ കയ്യിലാണുള്ളത്. LDFന്റെ കുത്തകയായ സീറ്റാണ്. വളരെയധികം ഭൂരിപക്ഷമുള്ള സീറ്റാണ്. കഴിഞ്ഞ തവണ 55%-ലധികം വോട്ട് ഇടതുപക്ഷത്തിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ശരാശരി 50% വോട്ടുകൾ LDFനോട് നിലനിർത്താൻ കഴിയുന്നുണ്ട്. UDFനാണെങ്കിൽ 33% മാത്രമേ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ 20% വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വൈക്കം ഇത്തവണയും ഇടതുപക്ഷം നിലനിർത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അടുത്തത് ഏറ്റുമാനൂർ. ഏറ്റുമാനൂർ പലപ്പോഴും UDF ജയിച്ചിട്ടുള്ള മണ്ഡലമാണ്. 2016-ലും 2021-ലും ഇടതുപക്ഷമാണ് ഈ മണ്ഡലം ജയിച്ചത്. ഇപ്പോഴവിടുത്തെ MLA മന്ത്രി ശ്രീ വാസവനാണ്. തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിനൊരു മേൽക്കൈ അവിടെയുണ്ട്. ഇടതുപക്ഷത്തിന് 47%-ഓളം വോട്ടുള്ളപ്പോൾ UDFന് 34%-35%-ഓളം വോട്ടുകളാണ് 2021-ൽ കിട്ടിയിട്ടുള്ളത്. BJPക്ക് 10% വോട്ടുകളാണ്. അവിടെ തന്നെ ഒരു കടുത്ത മത്സരത്തിനുള്ള സാധ്യത അവിടെ വളരെ കുറവാണ്. 10%-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇത്തവണയും ഏറ്റുമാനൂർ മണ്ഡലം മന്ത്രി വാസവൻ വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് കോട്ടയമാണ്. കോട്ടയം 50%-ലധികം വോട്ട് കൃത്യമായിട്ട് UDF നിലനിർത്തുന്നതുകൊണ്ട് തന്നെ അവിടെ മറ്റ് മാറ്റത്തിനൊന്നും സാധ്യത നോക്കിയിട്ട് കാണുന്നില്ല. UDF കോട്ടയം മണ്ഡലം 10-20% വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നിലനിർത്തും. അടുത്ത മണ്ഡലം പുതുപ്പള്ളിയാണ്. പുതുപ്പള്ളി ഇതുപോലെ തന്നെ ഉമ്മൻചാണ്ടി 50 വർഷത്തോളം ജയിച്ച മണ്ഡലമാണ്. അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടി ഉമ്മനാണ് മത്സരിക്കുന്നത്. തീർച്ചയായിട്ടും അവിടെയും ഇതുപോലെയുള്ള 48% വോട്ട് UDFനുണ്ട്, 41% വോട്ടാണ് LDFനുള്ളത്. അതേ മാർജിനിൽ തന്നെ ഇത്തവണയും ആ സീറ്റ് UDF നിലനിർത്താനാണ് സാധ്യത. അടുത്തത് ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി LDF ആണ് കഴിഞ്ഞ തവണ ജയിച്ചത്. 44%, ഏതാണ്ട് 45% വോട്ടാണ് അവർക്കുള്ളത്. UDFന് 39% വോട്ടുകളാണുള്ളത്. ഏതാണ്ട് ഒരു 6% വോട്ടുകളുടെ ലീഡ് LDFന് അവിടെയുണ്ട്. ഇത്തവണ ശക്തമായ മത്സരമാണ് നടക്കുന്നെങ്കിൽ പോലും ആ മണ്ഡലം LDF നിലനിർത്താനാണ് സാധ്യത. ഒരു 5%-ഓളം വോട്ട് എന്ന് വെച്ചാൽ 6000 മുതൽ 9000 വരെയുള്ള വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ചങ്ങനാശ്ശേരി ഇത്തവണയും ഇടതുപക്ഷം നിലനിർത്തുമെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അടുത്തത് കാഞ്ഞിരപ്പള്ളിയാണ്. കാഞ്ഞിരപ്പള്ളി സ്ഥിരമായിട്ട് ജയിച്ചു വരുന്നത് ജയരാജാണ്. ഇത്തവണയും അദ്ദേഹം അവിടുന്ന് ജയിക്കാൻ 10%-ലധികം വോട്ടുകളുടെ വ്യത്യാസം UDFും LDFും തമ്മിലുണ്ട്. ഏത് മുന്നണിയിൽ നിന്നാലും ജയരാജ് ജയിക്കുന്നുണ്ട്. ഇത്തവണയും അതിൽ മാറ്റമൊന്നും സംഭവിക്കില്ല. 10%-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കാഞ്ഞിരപ്പള്ളി മണ്ഡലം അദ്ദേഹം നിലനിർത്തുമെന്നാണ് പറയാനുള്ളത്. അടുത്തത് പൂഞ്ഞാറാണ്. പൂഞ്ഞാർ മണ്ഡലം പലപ്പോഴും വിവാദങ്ങൾ കൊണ്ട് പ്രസിദ്ധമാണ്. ഇത്തവണയും അവിടെ വിവാദങ്ങളുണ്ട്. പ്രത്യേകിച്ച് PC ജോർജ് അവിടെ മത്സരിക്കുമ്പോൾ 2016 PC ജോർജ് എല്ലാ മുന്നണികളെയും തോൽപ്പിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് സ്വതന്ത്രനായി ജയിച്ച മണ്ഡലം കൂടിയാണത്. 2020 അദ്ദേഹം തോറ്റു. 2026 അദ്ദേഹം തന്നെയാണ് മത്സരിക്കുന്നത്. ഇടതുപക്ഷത്തിന് 41% വോട്ടും UDFന് 24% വോട്ടുമാണ് നിലവിലുള്ളത്.
ജോർജിനാണെങ്കിൽ 29%. എൽ ഡി എഫും രണ്ടാം സ്ഥാനത്തുള്ള പി സി ജോർജും തമ്മിൽ ഏതാണ്ട് 12% വോട്ടുകളുടെ വ്യത്യാസമാണുള്ളത്. ഈ സാഹചര്യത്തിൽ ഇത്തവണയും എൽ ഡി എഫ് അവിടെ വിജയിക്കും. എൽ ഡി എഫിന് 43% വോട്ടുകൾ കിട്ടുമ്പോൾ യു ഡി എഫിന് 24% വോട്ടുകൾ കിട്ടും. 30% വോട്ടുകൾ പി സി ജോർജ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് 12 മുതൽ 13 വരെ ശതമാനം വോട്ടുകൾക്ക് ഇടതുപക്ഷ സ്ഥാനാർത്ഥി മണ്ഡലം നിലനിർത്തും എന്നാണ് ഞങ്ങൾക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ആകെ 9 സീറ്റാണ് കോട്ടയം ജില്ലയിലുള്ളത്. അതിൽ ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു വിലയിരുത്തലനുസരിച്ച് 6 സീറ്റ് എൽ ഡി എഫ് നേടും, 2 സീറ്റ് യു ഡി എഫ് നേടും, 1 സീറ്റിൽ പ്രവചനാതീതമായ മത്സരമാണ് നടക്കുന്നത്. പൊതുവെ യു ഡി എഫ് കോട്ട എന്നറിയപ്പെടുന്ന കോട്ടയം ജില്ല ജോസ് കെ മാണിയുടെ വരവോടുകൂടെ ഇടതുപക്ഷം കുറച്ച് ശക്തമാവുകയും ഇപ്പോൾ ഇടതുപക്ഷത്തിന് വളരെ നിർണായക സ്വാധീനമുള്ള ഒരു ജില്ലയായി കോട്ടയം മാറുകയും ചെയ്തു. അടുത്ത നമ്മൾ കൊല്ലം ജില്ലയിലേക്കാണ് കിടക്കുന്നത്. കൊല്ലം ജില്ല പൊതുവെ ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. ആദ്യത്തെ മണ്ഡലം കരുനാഗപ്പള്ളിയാണ്. ഇടതുപക്ഷത്തിന്റെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലം 2021 തെരഞ്ഞെടുപ്പിലാണ് യു ഡി എഫ് പക്ഷത്തേക്ക് മാറിയത്. യു ഡി എഫ് നിലവിലുള്ള എം എൽ എ വളരെ ശക്തനായ എം എൽ എ ആണ്, ജനകീയനാണ്, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് വളരെയധികം നല്ല മതിപ്പുണ്ടാക്കിയ ആളാണ്. അതുകൊണ്ട് ഇത്തവണയും കരുനാഗപ്പള്ളി മണ്ഡലം യു ഡി എഫിന് ഒപ്പം നിൽക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. യു ഡി എഫിന് 49% വോട്ടും എൽ ഡി എഫിന് 42% വോട്ട് ലഭിക്കാനാണ് സാധ്യത. യു ഡി എഫ് 7% വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കരുനാഗപ്പള്ളി മണ്ഡലം നിലനിർത്തും. അടുത്തത് ചവറയാണ്. ആർ എസ് പികളുടെ ശക്തി കേന്ദ്രമായി അറിയപ്പെട്ടിരുന്ന ചവറ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലായി എൽ ഡി എഫിനോടൊപ്പമാണ് നിൽക്കുന്നത്. ഇത്തവണയും അതിൽ മാറ്റം ഉണ്ടാവാൻ തോന്നുന്നില്ല. അതിശക്തമായ മത്സരം തന്നെയാണ് ചവറയിൽ നടക്കുന്നത്. 2% വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇത്തവണയും ഇടതുപക്ഷം ചവറ നിലനിർത്തുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അടുത്തത് കുന്നത്തൂർ മണ്ഡലത്തിലേക്കാണ് പോകുന്നത്. സ്ഥിരമായിട്ട് ജയിക്കുന്നത് ഇടതുപക്ഷമാണ്. പക്ഷേ ഒരു പ്രത്യേകത കാണുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വോട്ട് ഓരോ ഘട്ടം കഴിയുന്നതോറും കുറഞ്ഞു വരുന്നതായിട്ടാണ്. 2011 49% 50%-ഓളം വോട്ടുണ്ടായിരുന്നത് 2016 47 കുറഞ്ഞു. 2021 അത് 43 കുറഞ്ഞു. ഏതാണ്ട് 7% വോട്ടുകളുടെ കുറവ് ഇടതുപക്ഷത്തിനുണ്ടായി. അതേസമയം യു ഡി എഫ് 2011 41% വോട്ട് അതുപോലെ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. നേരിട്ട് ജനങ്ങളോട് ഇടപെടുന്നതിൽ ഇടതുപക്ഷ സാരഥികൾക്ക് എന്തോ പ്രയാസമുള്ളത് പോലെയുള്ള ഒരു പ്രശ്നമാണ് നമുക്ക് ഇവിടുത്തെ വോട്ടിംഗ് നില വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്. എന്തായിരുന്നാലും ഇത്തവണ അതിശക്തമായ മത്സരമാണ് നടക്കുന്നത്. ആര് വിജയിക്കുമെന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഈ മണ്ഡലം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് കുന്നത്തൂർ മണ്ഡലം പ്രവചനാതീതം എന്ന വകുപ്പിൽ ഉൾപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അടുത്ത മണ്ഡലം കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര വളരെ ശ്രദ്ധേയമായൊരു മത്സരം നടക്കുന്ന മണ്ഡലമാണ്. ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മന്ത്രി ബാലഗോപാലനും അതുപോലെ തന്നെ മുൻ CPM MLA ആയിരുന്ന ഐഷ പോറ്റി യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നു. മുൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന ആള് ഇത്തവണ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അങ്ങനെ വൈവിധ്യമാർന്ന ഒരു പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് ഇത്തവണ കൊട്ടാരക്കര മണ്ഡലം. കൊട്ടാരക്കര മണ്ഡലം ബാലകൃഷ്ണ പിള്ളയ്ക്ക് ശേഷം ഇടതുപക്ഷത്തിന്റെ കോട്ടയായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ഇത്തവണയും അതിൽ നിന്ന് മാറ്റമൊന്നും ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുന്നതില്ല. ഐഷ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം അവര് ഇടതുപക്ഷത്തിൽ നിന്ന് മാറിയതോടുകൂടി അവർക്ക് അധികം ശക്തമായ എതിർപ്പുകൾ പല ഭാഗത്തുനിന്നും നേരിടുന്നുണ്ട്. സഹകരണം കുറവാണ്. കഴിഞ്ഞ തവണ LDF സ്ഥാനാർത്ഥിക്കെതിരെ അതിശക്തമായ പ്രകടനം നടത്തി UDF വോട്ടിൽ ഗണ്യമായ വളർച്ച ഉണ്ടാക്കിയ ആൾ ഇത്തവണ മത്സരിക്കുന്ന BJPക്ക് വേണ്ടിയാണ്. ഇത് UDF വോട്ടുകളെ കാര്യമായിട്ട് ബാധിക്കും. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇത്തവണയും വലിയ ഒരു 15%-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇത്തവണയും ബാലഗോപാൽ കൊട്ടാരക്കരയിൽ നിന്ന് വിജയിക്കുമെന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് പത്തനാപുരം മണ്ഡലത്തിലേക്കാണ്. മന്ത്രി ഗണേഷ് കുമാറാണ് അവിടെ മത്സരിക്കുന്നത്. 50%-ഓളം വോട്ടുകൾ സ്ഥിരമായി നിലനിർത്തുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു വെല്ലുവിളി ഉയരുന്നില്ല. UDFനുള്ളത് 38%. 12%-ഓളം വോട്ടുകളുടെ ഒരു ആധികാരികത അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ട്. ഇത്തവണയും അദ്ദേഹം 10%-ഓളം വോട്ടുകൾക്ക് പത്തനാപുരം ജയിക്കുമെന്ന് തന്നെയാണ് നേർമലയാളിയുടെ വിശകലനം. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് പുനലൂരിലേക്കാണ്. പുനലൂർ ഇതുപോലെ തന്നെയാണ്, ഇടതുപക്ഷത്തിന്റെ കോട്ടയാണ്. ഇതുവരെയുള്ള നടന്ന തെരഞ്ഞെടുപ്പുകളിലെ ഇടതുപക്ഷം മാത്രം ജയിച്ചിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ്. 1-2 തവണ ഒഴികെ 54% വോട്ടുകൾ സ്ഥിരമായി നിലനിർത്തുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ പുനലൂർ മണ്ഡലം ഇത്തവണ നല്ല ഭൂരിപക്ഷത്തിൽ LDF നിലനിർത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. അടുത്ത നമ്മൾ പോകുന്നത് ചടയമംഗലത്തേക്കാണ്.
ചടയമംഗലത്തും ഇതുപോലെ വോട്ടിംഗ് നിലയിൽ ഇടതുപക്ഷത്തിന്റെ വോട്ടിംഗ് നിലയിൽ കുറവൊന്നുണ്ടാകുന്നുണ്ട്. ഏതാണ്ട് അതുപോലെ തന്നെ UDFിന്റെ വോട്ടിംഗ് നിലയിൽ നേരിയ വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ട്. UDFിന് 36.4%, LDFിന് 45.5%. ഏതാണ്ട് നമുക്ക് പറയാവുന്നത് 9% വോട്ടുകളുടെ വ്യത്യാസമുണ്ട്. ഇത്തവണ കടുത്ത മത്സരമാണ് നടക്കുന്നതെങ്കിൽ പോലും 5%-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇത്തവണ ചടയമംഗലം LDF നിലനിർത്തുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അടുത്തത് കുണ്ടറയാണ്. കഴിഞ്ഞ തവണ 2021 കേരള നിയമസഭയിലെ മുഴുവൻ മന്ത്രിമാരും ജയിച്ചപ്പോൾ മേഴ്സിക്കുട്ടിയമ്മ മാത്രം പരാജയപ്പെട്ട മണ്ഡലമാണ് കുണ്ടറ. ഇത്തവണ അവിടെ ചിത്രം വേറൊന്നാണ്. കോൺഗ്രസിനകത്തുള്ള പടലപ്പിണക്കങ്ങളുണ്ട്. ഒപ്പം തന്നെ വിഷ്ണുനാഥ് മണ്ഡലത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാത്തൊരു വ്യക്തിയാണെന്നുള്ള ഒരു പരാതിയുണ്ട്. ഒരു കോൺഗ്രസിലെ പ്രവർത്തക തന്നെ അദ്ദേഹം സന്ദർശിക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് കയർത്ത് സംസാരിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ്. ജനങ്ങൾക്കിടയിൽ വേണ്ടത്ര മതിപ്പ് സമ്പാദിക്കാൻ VC വിഷ്ണുനാഥിന് സാധിച്ചിട്ടില്ല. അദ്ദേഹം ചെങ്ങന്നൂരിൽ അങ്ങനെയായിരുന്നു. വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചതിന് ശേഷം തൊട്ടടുത്ത ഇലക്ഷനിൽ LDFിനോട് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മണ്ഡലത്തിൽ അദ്ദേഹത്തിന് വേണ്ടത്ര വേര് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത്തവണ അതിശക്തമായ മത്സരമാണ് അവിടെ നടക്കുന്നത്. ഒരുപക്ഷെ LDF വിജയിച്ച് കയറാനും സാധ്യതയുണ്ട്. എന്തായിരുന്നാലും പ്രവചനാതീതം എന്ന വകുപ്പിലാണ് ഇത്തവണ കുണ്ടറ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തത് കൊല്ലം മണ്ഡലത്തിലേക്കാണ്. നിരവധി തവണയായിട്ട് ഇടതുപക്ഷം മാത്രം ജയിച്ചു വരുന്ന മണ്ഡലമാണിത്. കഴിഞ്ഞ തവണ അതിശക്തമായ മത്സരമായിരുന്നു. 1% വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ LDF വിജയിച്ചത്. LDF 45%, UDF 43.5% വോട്ടുകളാണ് കഴിഞ്ഞ തവണ നേടിയത്. ഇടതുപക്ഷ ഗവൺമെന്റ് അവിടെ നടപ്പാക്കിയിട്ടുള്ള നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ഉണ്ട്. അവയൊക്കെ ഇടതുപക്ഷത്തിന് വോട്ടായി മാറുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിനുള്ള ഒരു സാധ്യതയൊക്കെ അവിടെ ഉണ്ട്. മാത്രമല്ല കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം UDFന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. അങ്ങനെയൊക്കെയാണെങ്കിലും ഒരു 44-45% വോട്ടുകൾ രണ്ട് പക്ഷത്തിനും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൊല്ലം ഇത്തവണ പ്രവചനാതീതം എന്ന വിഭാഗത്തിൽപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ആർക്കും വേണമെങ്കിൽ ജയിക്കാവുന്ന ഒരു സാധ്യത കൊല്ലത്ത് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അടുത്ത് നമ്മൾ പോകുന്ന ഇരവിപുരത്തേക്കാണ്. ഇരവിപുരം പൊതുവെ ഇടതുപക്ഷം ജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ്. 50%-ലധികം വോട്ട് സ്ഥിരമായി നിലനിർത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇരവിപുരം 10-15% വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ LDF തന്നെ നിലനിർത്തും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അടുത്ത ചാത്തന്നൂരാണ് അതിശക്തമായ മത്സരം നടക്കുന്നത്. BJPയുടെ വോട്ടുണ്ടാവുന്ന ഗണ്യമായ വർധനമാണ് ഇവിടെ കാണുന്ന ഒരു പ്രത്യേകത. ഇപ്പോൾ ഇടതുപക്ഷത്തിന് 43%, UDFന് 30%, BJPക്ക് 24% വോട്ടാണ് ഇപ്പോൾ നിലവിലുള്ളത്. വലിയൊരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല. അവിടെ LDF ഒരു 10% വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ചാത്തന്നൂർ മണ്ഡലം നിലനിർത്താനാണ് ഇപ്പോഴത്തെ സാധ്യത. ആകെയുള്ളത് 11 സീറ്റുകളാണ്. അതിൽ 7 സീറ്റ് LDF വിജയിക്കും, 1 UDF വിജയിക്കും, NDAക്ക് ഒന്നും കിട്ടില്ല. 3 സീറ്റുകൾ പ്രവചനാതീതമായ മത്സരമാണ്. ഇതാണ് കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം നേർമലയാളിയുടെ ഒരു വിലയിരുത്തൽ.